നമസ്കാരം. ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായിട്ടാണ് ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 6 മലയാളികൾ ഉൾപ്പെടെ 110 പേർ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, P ചിത്ര നമ്പൂതിരിപ്പാടിന് മരണാനന്തരം എന്നിങ്ങനെയാണ് ഇക്കുറി മലയാളത്തിൽ നിന്നും പത്മശ്രീ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവ. എന്നാൽ പത്മ പുരസ്കാര പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ പത്മശ്രീ പുരസ്കാര ജേതാവായിട്ടുള്ള തിരുവിതാംകൂർ ഇളയറാണി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ നിലപാടുകൾ അത്രയും സഖാക്കന്മാർക്കും അന്തംഗമ്മികൾക്കും പലപ്പോഴും ദഹിച്ചിരുന്നില്ല. പിണറായി വിജയന് നേരെയുള്ള വിമർശനങ്ങളും തന്റെ ഇടത്തോടെ പറയാൻ ആർജവമുള്ള ആളായിരുന്നു അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻകൈയെടുത്തവരെ നവോത്ഥാന കേരളം ബോധപൂർവം മറന്നുവെന്ന് ഈയിടെ ഗൗരി ലക്ഷ്മിബായി പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെ വളരെയധികം ചൊടിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരിച്ചിരുന്ന രാജവംശങ്ങളും നടത്തിയിരുന്നു. ജയസിംഹദേവന്റെ ഭരണകാലത്ത് കിണറുകളും കുളങ്ങളുമെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. തടസ്സപ്പെടുത്തുന്നവരെ ശിക്ഷിക്കാനും രാജാവ് ഉത്തരവും നൽകിയിരുന്നു. യുനെസ്കോയുടെ 19 ലോക പൈതൃക കലകളിൽ കൂടിയാട്ടം സ്ഥാനം പിടിച്ചു. കൂടിയാട്ടം കലയായി കൊണ്ടുവന്നത് 9-ാം നൂറ്റാണ്ടിലെ കുലശേഖര പെരുമാളായിരുന്നു. പെരുമാൾ ജാതി നോക്കാതെ നങ്ങ്യാർ വംശത്തിൽപ്പെട്ട സ്ത്രീയെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. അതിലൂടെ കൂടിയാട്ടത്തെ കലയെന്ന നിലയിൽ പ്രോത്സാഹിപ്പിച്ചു. ഇത്തരത്തിലുള്ള വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചരിത്ര സംഭാവനകൾക്കെല്ലാം പിന്നീട് അവകാശികൾ വേറെ വന്നു. ഗൗരി ലക്ഷ്മിബായിയുടെ ഈ പ്രസംഗം സൈബർ സഖാക്കൾ വലിയ വിവാദമാക്കി മാറ്റിയിരുന്നു. നവോത്ഥാന കേരളം ആദ്യം ചിന്തിക്കേണ്ടത് ശങ്കരാചാര്യരെ കുറിച്ചാണ്. ശങ്കരാചാര്യരെ കുറിച്ച് എങ്ങും ഇപ്പോൾ ചർച്ചയില്ല. വിദേശത്ത് പോയാൽ മലയാളം സംസാരിക്കില്ല. മുണ്ടുടുക്കേണ്ട രീതിയിൽ പോലും മറന്നുപോകുന്നു. ഗൗരി ലക്ഷ്മിബായിയുടെ ഈ പ്രസംഗവും നവോത്ഥാനം അടിക്കടി പറയുന്ന കമ്മികളെ വളരെയധികം പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്ത് സംഭാവന നൽകിയതിനാണ് ഗൗരി ലക്ഷ്മിബായിക്ക് പത്മശ്രീ നൽകിയത് എന്നാണ് സൈബർ സഖാക്കൾ ഉയർത്തുന്ന ചോദ്യം. പിന്നെ നിരവധി അശ്ലീലമായ ട്രോളുകളും കമന്റുകളും. ഇനി സൈബർ കമ്മികളോടാണ്. നിങ്ങൾക്കറിയാമോ ആരാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്ന്? എന്ത് സംഭാവന നൽകിയതിനാണ് ഗൗരി ലക്ഷ്മിബായിക്ക് പത്മശ്രീ നൽകിയതെന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. 1992 എഴുതിയ തിരുമുൽ കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരം. 1994 എഴുതിയ ദി ഡോൺ എന്ന കവിതാ സമാഹാരവും ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ, 1998 തുളസി ഗാർലൻസ്, 2002 ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗദ്യകൃതികളുമാണ് മറ്റു രചനകൾ. പോയട്രി ക്വാർട്ടർലി എന്ന ആനുകാലികത്തിൽ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മാക്മില്ലൻ കമ്പനിയാണ് ദ ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി. ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1998 പ്രസിദ്ധീകരിച്ചു. കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള 33 പ്രമുഖ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലൻസ്. പുരാതന കഥകളുടെയും ചരിത്ര ഗവേഷണത്തിന്റെയും വാസ്തുവിദ്യയുടെയും സമഞ്ജയമായ മേളനം ഈ കൃതിയിൽ കാണാം. ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാക്കിയിട്ടുണ്ട്. ഇത്രയുമൊക്കെ പോരെ സൈബർ അന്തം കമ്മികളെ ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് പത്മശ്രീ നൽകാൻ. ലക്ഷ്മിബായി തമ്പുരാട്ടിയെ കുറിച്ച് ശശി തരൂർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യൻ സംസ്കാരത്തെയും നാഗരികതയെയും പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ സംഭാവനകൾ ഈ അംഗീകാരം അർഹിക്കുന്നു. വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലായി എന്ന് ശശി തരൂരിന്റെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്.